3 ദിക്റുകൾ മഹത്തരമുള്ളതാണ്. ഒന്നാമത്തെ ദിക്റിന്റെ മഹത്വം നമ്മൾ പറയുകയാണ്. ഒന്നാമത്തത് യാ ഹയ്യു യാ ഖയ്യൂം. വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ദിക്റാണ്, ജീവിതത്തിൽ മാറ്റിവിടാൻ പറ്റാത്ത ദിക്റാണ്, നമ്മൾ അടിയുറപ്പിച്ചുകൊണ്ട് വന്ന് ചൊല്ലേണ്ടുന്ന ദിക്റാണ്. എന്തേ കാരണമെന്നറിയോ? യാ ഹയ്യോ, ഓ ജീവിച്ചിരിക്കുന്നവനേ, മരണമില്ലല്ലോ, അള്ളാഹുവിന് മരണമില്ലല്ലോ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹുവേ, ഈ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീടുകളുടെ അകത്തട്ടിൽ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ പല പല മാരകമായ രോഗങ്ങൾക്കും ഈ ഒരു ദിക്റ് വല്ലാത്ത ഔഷധമാണ്. ഇന്നെത്രയോ വീടുകളുടെ അകത്തട്ടിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവേ പനി പിടിച്ചു മരിച്ചു പോയവരാണ്. പല പല രോഗങ്ങൾ വന്നുകൊണ്ട്, ക്യാൻസർ വന്നുകൊണ്ട്, അപസ്മാരം വന്നുകൊണ്ട്, അറ്റാക്ക് വന്നുകൊണ്ട് അള്ളാഹുവേ മരിച്ചു പോയവരാണ്. അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ, നമ്മളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്തിനേറെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, താബഈ പണ്ഡിതനായ വല്യൊരാലിമായ സൂഫിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പടച്ചവനെ, അദ്ദേഹം അതാ വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്, വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്. യാ അല്ലാഹ്, എന്തേ പറ്റിയെന്നറിയുമോ? അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സ് മുതൽ വല്ലാത്ത രോഗമാണ്, വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത ദുഃഖമാണ്, വല്ലാത്ത രോഗത്തില്, വല്ലാത്ത സങ്കടത്തില്, വല്ലാത്ത ദുഃഖത്തില് അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അതുവഴിക്ക് വന്ന ഒരാളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? എന്തിനാ നിങ്ങൾ കരയുന്ന എന്ന് പറയുമോ? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്ന എന്ന് പറയുമോ? എന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്ന എന്ന് പറയുമോ? ഉടൻ തന്നെ വിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ സങ്കടം എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കൊരു രോഗം തന്നിട്ടുണ്ട്, ആ രോഗമൊന്നും മാറുന്നില്ലല്ലോ, ആ രോഗത്തിന്റെ മൂർച്ചയിലാണ്, ആ രോഗത്തിന്റെ മൂർച്ചയിലാണ്, വല്ലാത്ത സങ്കടത്തിൽ കഴിഞ്ഞുകൂടുകയാണ്, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ? ഉടൻ തന്നെ വിടന്ന് പറഞ്ഞതിന് വേണ്ടുന്നൊരു വഴി ഞാൻ പഠിപ്പിച്ചു തരാ. അത് മറ്റൊന്നുമല്ല, എന്തെന്നറിയുമോ? യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ അതിമഹത്തരമായ ദിക്റുണ്ടല്ലോ, ആ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റ് നിങ്ങളുടെ ജീവിതത്തിലേക്കും കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഏത് സങ്കടം